മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ജേണൽ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ കസിൻ സിസ്റ്ററോടെയാണ് ഞാൻ ജേണൽ ചലഞ്ച് ചെയ്യുന്നത്. ഇത് മൊത്തം ഞാൻ ഹാൻഡ്മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ജേണൽ ബുക്കാണ് വരുന്നത്. ഇത് ഞാൻ സ്വന്തമായിട്ട് മേക്ക് ഓവർ ചെയ്തതാണ്. പിന്നെ പാറ്റേൺ പേപ്പേഴ്സാണ്, പിന്നെ വാഷി ടാപ്പ്, പിന്നെ ഇത് മെമ്മോ പാഡും അതുപോലെ സ്റ്റിക്കി നോട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. പിന്നെ കോമൺ ആയിട്ടുള്ള ഐറ്റംസ് ആണുള്ളത്. ആൽക്കഹോൾ മാർക്കറും സ്റ്റാമ്പുള്ള സ്കെച്ചും അതുപോലെ തന്നെ ഗമ്മ്, 2 ബ്രഷ് പെൻ ഞാനിവിടെ എടുത്തേക്ക്, അതുപോലെ തന്നെ പെന്ന്, സിസർ. ആദ്യത്തെ റൗണ്ടിൽ ഈ ബുക്കിന്റെ ലോട്ട് ഇടാം. എനിക്ക് യെല്ലോ ബുക്കാണ് കിട്ടിയത്. എനിക്ക് പിങ്ക് ആൻഡ് വൈറ്റ്. ഇതാണ് ഇജാക്ക കിട്ടിയ ബുക്ക്. ഇതാണ് ഞാൻ ജേർണൽ ചെയ്യുന്ന ബുക്ക്. അടുത്തത് പാറ്റേൺ പേപ്പേഴ്സ് ആണ്. അതിനുള്ള ലോട്ട് ഇടാം കേട്ടോ. ഇത് 2 തീമിലാണ് തോന്നുന്നത്. എനിക്ക് പിങ്ക് തീമാണ് കിട്ടിയത്. നമുക്ക് എടുത്ത് നോക്കാം. പിങ്ക് പേപ്പറിൽ ഇതൊക്കെയാണ് വരുന്നത്. 2 ബോണ്ട്, അതുപോലെ ഹാർട്ടിൻ്റെ തന്നെയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഹാർട്ടിൻ്റെ പാറ്റേൺ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ബോൻ്റെ ഒരു പാറ്റേൺ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ബോയിൻ്റെ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്തൊരു ബോൻ്റെ ഈ ഒരു കോർണറിലും ഞാൻ എടുത്തിട്ടുള്ളത് ഈ യെല്ലോ ഗ്രീൻ പേപ്പറാണ്. കോർണറിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു പിങ്ക് സ്റ്റാമ്പിന്റെ സ്കെച്ച് എടുത്തിട്ട് ബോർഡർ ആയിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ചിന്റെ ഇതുള്ള പേപ്പർ എഴുതി പാറ്റേൺ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് പാറ്റേൺ പേപ്പർ ഹാർട്ടിൻ്റെത് ഇവിടെയും ഇവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ബോൻ്റെത് ഈ ഒരു കോർണറിൽ ബോൻ്റെ സ്റ്റാമ്പ് ഞാൻ ഇതുപോലെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇവിടെ പിന്നെ ഗ്രിഡ് ലൈൻസുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഈ 3 കോർണറിലും. അടുത്തത് വാഷി ടപ്പിൻ്റെ റൗണ്ടാണ്. അതിന് വേണ്ടി ലോട്ടുകയാണ്. എനിക്ക് പിങ്ക് വാഷി ടപ്പിനെയാണ് കിട്ടിയത്. യെല്ലോ വാഷി. ഇതിൽ ആദ്യത്തത് ഗ്രിഡ് ലൈൻസ് വരുന്ന ഒരു വാഷി ടപ്പാണ്. മറ്റേതിൽ ഇങ്ങനെ പിങ്കില് ബോ വരുന്ന ടൈപ്പുള്ള ഒരു വാഷി ടപ്പ് തന്നെയാണ്. അമ്പത് ഒരു ഗ്രിഡ് വരുന്നൊരു യെല്ലോ വാഷി ടൈപ്പും ഒരു ഹേർട്ട് ഷേപ്പ് വരുന്നൊരു യെല്ലോ വാഷി ടൈപ്പ്. ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ബോ ഉള്ള വാഷി ടപ്പ് എടുത്തിട്ട് കുറച്ചിങ്ങനെ കട്ട് ചെയ്യും. നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ബോർഡിൻ്റെ വാഷി ടപ്പ് ഞാനിത് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഗ്രിഡ് ലൈൻസ് വരുന്ന ഒരു വാഷി ടപ്പ്, ഗ്രിഡ് ലൈൻസ് വരുന്ന വാഷി ടപ്പ് ഞാനിത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഈ ഗ്രിഡ് ലൈൻ വരുന്ന വാഷി ടേപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് ഞാൻ ഇവിടെ വൈബ് എഴുതിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വൈബ് എഴുതി കൊടുത്തിട്ട് ഞാൻ പിന്നെ ഈ ഒരു ബോൻ്റെ ഈ ഒരു പാറ്റേൺ പേപ്പർ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കാന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ഇപ്പോൾ മനസ്സിൽ ഇങ്ങനത്തെ റെഡി ആവുന്നത്. ഈ ഒരു ബോൻ്റെ പീസ് ഞാനിത് ഈ ഒരു കോർണർ ഇതുപോലെ ഇങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാമ്പിളല്ല ഞാൻ വൈറ്റ് പേപ്പർ എടുത്തിട്ട് കപ്പി പോട്ടെ. എന്നിട്ട് ഞാൻ ഇതിലിപ്പം ഞാൻ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് അമീബേന്റെ ഷേപ്പ് കട്ട് ചെയ്യാൻ പോവാണ്. അമീബൊക്കെ ഷേപ്പില്ല. ഞാൻ വൈറ്റ് പേപ്പറിൽ എവറിത്തിങ് ബ്ലൂംസ് ഇൻ ഇറ്റ്സ് ഓൺ ടൈം ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഡെക്കറേഷൻ. പിന്നെ ഞാൻ ചെറിയൊരു വാഷി ടേപ്പ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതൊരു അമീബേന്റെ ഷേപ്പ് ഒരു ഫ്ലവറിന്റെ ഷേപ്പിലെത്തിക്ക് ഒരു ഫ്ലവർ ഷേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത് ഈ ഒരു ഗ്രിഡ് ലൈൻസിന്റെ വാഷി ടേപ്പ് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ബോന്റെ വാഷി ടേപ്പ് ഇവിടെയും ഇട്ട് ഒട്ടിച്ചു. പിന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ഞാൻ ഒരു ക്വാട്സ് ചെയ്ത് കൊടുക്കുക. അത് ഇത്രയാണ് ഞാൻ ഈ ഒരു റൗണ്ട് ചെയ്തത്. അടുത്ത റൗണ്ടിൽ വന്നത് മെമ്മോ പാഡും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്കി നോട്ടും ആണ് വന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ലോട്ട് ഇടാം കേട്ടോ. എനിക്ക് യെലോയാ കിട്ടിയത്. എനിക്ക് പിങ്ക്. എനിക്ക് ഇത് വെച്ചിട്ട് എല്ലാം കോളായി. ഈ യെലോന്റെ സ്റ്റിക്കി നോട്ടൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ ഈ ഒരു മെമ്മോ പാഡ് എടുത്തിട്ട് എനിക്ക് ഈ ഒരു മെമ്മോ പാഡ് ഞാനിപ്പോൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ ഈ ഒരു മെമ്മോ പാഡാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു മെമ്മോ പാഡ് എടുത്തിട്ട് ഇവിടെയാണ് ഒട്ടിക്കുന്നത്. പക്ഷെ വിചാരിച്ച പോലെയല്ല, പിങ്കും യെലോവും കാണാൻ നല്ല ഭംഗിയാണ്, നല്ലൊരു കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഞാൻ സ്റ്റിക്കി നോട്ടിൽ ഈ ഒരു ഫ്ലവറിന്റെ ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ട്. ഈ ഒരു ഫ്ലവറിന്റെ സ്റ്റിക്കി നോട്ട് ഞാനിത് ഈ ഒരു സൈഡിൽ ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. മെമ്മോ പാഡ് നമ്മൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്.
ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. മെമ്മോ പേഡിൽ ഞാൻ എഴുതിയത് മൈ ലൈഫ് ഈസ് നോട്ട് റേസ് ഓർ കോമ്പറ്റീഷൻ, മൈ സെൽഫ് ലവ്ഡ് ആൻഡ് തോട്ട്സ് ആണ് ഞാൻ ഈ ഒരു മെമ്മോ പേഡിൽ എഴുതിയത്. പിന്നെ ഈ ഒരു ബോണസ് സ്റ്റിക്കി നോട്ട് ഉണ്ട്. ഈ ഒരു ബോണസ് സ്റ്റിക്കി നോട്ട് ഞാൻ മുറിക്കുകയാണ്. ചെറിയൊരു പോർഷൻ മതി. ഈ ഒരു ചെറിയ പീസ് ഞാൻ ഇതേ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അതെനിക്ക് വളരെ രസമായിട്ട് തോന്നി. ഇപ്പം നമ്മൾ ഇവിടെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാൻ മെമ്മോ പാഡിലൊരു കോട്ട്സ് എഴുതിയിട്ടുള്ളത് ഐ അലോൺ ഹോൾഡ് ദി ട്രൂത്ത് ഓഫ് ഹൂ ഐ ആം. പിന്നെ ഞാൻ ഈ ഒരു ഫ്ലോറൽ പിങ്ക് ഫ്ലവേഴ്സിൻ്റെ ഒരു സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണം മതി, ചെറിയ പീസ് എടുത്തിട്ട് ഇടുന്നുണ്ട്. പിന്നെ ഇത് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ലേശം മറ്റേ കട്ടി ലേശം വലുതാക്കണം. അതെടുത്തിട്ട് നമ്മൾ ഒന്ന് ഇവിടെ ഒട്ടിച്ചിടുന്നുണ്ട്, ഒന്ന് ഇവിടെയും. അപ്പം ഈ റൗണ്ട് കഴിഞ്ഞപ്പം ഞാൻ ചെയ്തത് ഈ മെമ്മോ പേഡ് ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തേക്ക്. അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ സ്റ്റിക്കി നോട്ട് ഇവിടെയും, അതുപോലെ തന്നെ ഈ ഒരു ബോണസ് സ്റ്റിക്കി നോട്ട് ഇവിടെ ഒട്ടിച്ചു. ഇത്രയാണ് ഞാൻ ഈ റൗണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ ജേണൽ ഫുള്ളായി. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ റൗണ്ട് ചെയ്തിട്ടുള്ളത് മെമ്മോ പേഡ് റൈറ്റ് സൈഡിൽ ഒട്ടിച്ചു. പിന്നെ സ്റ്റിക്കി നോട്ട്സ് ചെറിയൊരു പീസ് ഇവിടെ ഒന്ന് ഇവിടെ ഒട്ടിച്ചു. ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് റൗണ്ടില് സ്റ്റിക്കേഴ്സ് ആണ് വരുന്നത്. ഫ്ലോറൽ സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കുറേ നേരം ഇതിൻ്റെ മേലെ തന്നെ കുത്തനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലും ചെയ്തിട്ടായിരുന്നു കുഴപ്പമില്ല. ഫ്ലോറലോ ലോട്ടിലാണ്. എനിക്ക് ഫ്ലോറൽ വേണം. ഏതാ ഇതിൽ 3 ലോട്ടുണ്ട്, 5 കഴിഞ്ഞ റൗണ്ടിൽ. എനിക്ക് ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് തന്നെ കിട്ടി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് കുഴപ്പമില്ല. ക്യൂട്ട് സ്റ്റിക്കേഴ്സിലും ഫ്ലവേഴ്സ് ഉണ്ട്. 2 ഫ്ലവർ ക്യൂട്ട് സ്റ്റിക്കേഴ്സിലുണ്ട്. അപ്പം എനിക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് കുഴപ്പമില്ല. എനിക്ക് ഇതാണ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. എനിക്ക് ഇതായിരുന്നു ആവശ്യം. അത് നമ്മളൊരു ഫ്ലവർ, ഒരു യെല്ലോ ലോട്ടസ് മോഡൽ, ഒരു ട്യൂലിപ്പ് മോഡൽ ഒരു ഫ്ലവർ എടുത്തിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു ക്യൂട്ട് ട്യൂലിപ്പിന്റെ ഒരു ഫ്ലവർ ഉണ്ട്. അപ്പൊ ഈ ഫ്ലവർ ഞാൻ ഈ ഒരു കോർണറിൽ ഞാൻ ഈ ഒരു ക്യൂട്ട് ട്യൂലിപ്പിന്റെ ഫ്ലവർ ഞാൻ ഈ ഒരു ക്യൂട്ട് ട്യൂലിപ്പിന്റെ സ്റ്റിക്കർ ഈ ഒരു കോർണറിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതെനിക്ക് ഫ്ലോറൽ കിട്ടുന്ന പോലെ തന്നെയാണ് ഇതിൽ ഫ്ലവേഴ്സ് ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു മഷ്റൂമിന്റെ ഒരു സ്റ്റിക്കർ, ഇതിൽ സ്റ്റിക്കേഴ്സ് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് തകർക്കാം. കാരണം ഇതിൽ സ്റ്റിക്കേഴ്സ് ഒത്തിരി വേണം നമുക്ക് ഒട്ടിക്കാം. അത് ഒരു യെല്ലോ ഒരു ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മളെടുത്തിട്ട് ഇവിടെ ഒട്ടിട്ടൊട്ടി. ഞാൻ പിന്നെ ഈ ഒരു ഫുള്ള് വെളിയിലൊട്ടിക്കുന്നതായിരിക്കും. ഞാൻ പിന്നെ ഈ ഒരു മഷ്റൂമിന്റെ സ്റ്റിക്കർ എടുത്ത് ഇവിടെ ഈ കോർണറിൽ ഒട്ടിക്കുന്നത്. ഈ കോർണറിൽ ഒട്ടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇനി ഇവിടെ കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം ഇവിടെയൊക്കെ സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കാം. പിന്നെ ഞാൻ ഈ ഒരു പർപ്പിൾ ഫ്ലവർ ആണ് എടുത്തത്. ഈ പർപ്പിൾ ഫ്ലവർ ഞാൻ ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റിക്കർ ക്യൂട്ട് കിട്ടിയതിനെ കൊണ്ട് ഇവിടെ ഒരു ക്യൂട്ട് ഇവിടെ ഏതാണ് എനിക്ക് തോന്നി. അപ്പം നമ്മളിവിടെ ക്യൂട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്യൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്തിട്ട് നമ്മൾക്കിപ്പോൾ ഫ്ലോറൽ കിട്ടിയതിനെ കൊണ്ട് നമ്മൾ കുറച്ച് ഫ്ലോറലിലെ സ്റ്റാമ്പ് ഫ്ലോറലിൻ്റെ കുറച്ച് ഇവിടെ ഒട്ടിച്ച് സ്റ്റാമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ചെറിയ സ്റ്റിക്കറാണ് എടുത്തത്. ഈ ചെറിയ സ്റ്റിക്കർ ഞാൻ ഇവിടെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതേ ഇവിടെയാണ് ഞാൻ ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തത്. എന്നാലും അവള് സ്റ്റാമ്പ് ചെയ്തപ്പോൾ ഞാൻ സ്റ്റാമ്പ് ചെയ്തത്. അതുപോലെ തന്നെ വേറൊരു ക്യാരറ്റ് ഒരു സ്റ്റാമ്പ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബ്ലൂബെറിന്റെ സ്റ്റാമ്പാണ് എടുത്തത്. കാരണം ഞാൻ ഇവിടെ ബ്ലൂബെറിന്റെ സ്റ്റാമ്പാണ് എടുത്തത്. ബ്ലൂബെറിന്റെ സ്റ്റാമ്പ് ഞാൻ ഇതുപോലെ ഈ ഫ്ലവറിന്റെ ഔട്ട്ലൈൻ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇനി എനിക്ക് അത്ര സ്പേസ് ഒന്നുമില്ല. എൻ്റെ ജേണൽ ഏകദേശം കംപ്ലീറ്റ് ആയി. എന്നാലും സ്റ്റിക്കറൊക്കെ എൻ്റെ ജേണൽ ഫിനിഷ് ആയിട്ടുണ്ട്. മെമ്മോ പാഡ്, സ്റ്റിക്കേഴ്സ് ഇതെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ജേണൽ ബുക്ക് എന്ന് വെച്ചിട്ടാണ് ഒരു ബിയറുണ്ട്. പിന്നെ റോസ്, ഒരു ബ്രൗൺ ബിയറും
റോസ് ഗ്രിഡ് ലൈൻ ആണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇത് ഹോം മെയ്ഡ് ആട്ടോ. കഴിയുമ്പോൾ തന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് മൊത്തം ഒട്ടിച്ചിക്ക്. ഞാനിത് ഇവിടെ ഒക്കെ ഇത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഞാനിങ്ങനെ ഒട്ടിച്ചിക്ക്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ക്യൂട്ട് എഴുതിക്ക്. പിന്നെ ഞാൻ ബ്ലൂബെറീൻ്റെ ഒരു സ്റ്റാമ്പ് വെച്ചിട്ട് ഇവിടെ ഔട്ട്ലൈൻ കൊടുത്തിക്ക്. ഇതാണ് ഞാൻ ഈ റൗണ്ട് ചെയ്തത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ജേണൽ ചലഞ്ച്. ഇതെൻ്റെ ചാനലിലെ 2ാമത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം ഈ ജേണൽ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കണം. അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങും. പിന്നെ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.